ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ ഡോക്ടർ എം പി മനോജിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, സ്വാഗതം ആശംസിച്ച ബഹുമാന്യ ജയം ജയേന്ദ്രൻ, ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുകയും പുസ്തക പ്രകാശനം നടത്തുകയും ചെയ്യുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ OK സന്തോഷ്, ഡോക്ടർ OK സന്തോഷ്, ബഹുമാന്യനായ K സേതുരാമൻ IPS, ബഹുമാന്യ G ഉഷാകുമാരി, ഡോക്ടർ വിനീത വിജയൻ, ബഹുമാന്യനായ ഡോക്ടർ PK പോക്കർ മാഷ്, NV സ്മിത ഉൾപ്പെടെയുള്ള സാംസ്കാരിക രംഗത്തെയും അക്കാദമിക രംഗത്തെയും പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന കൊച്ചേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞ് 1 വർഷം പൂർത്തിയാവുകയാണ്. വളരെ വേഗം കാലം സഞ്ചരിക്കുന്നു എന്നതാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ വന്നു പോയതുപോലെയുള്ള അനുഭവമാണ് എനിക്കുള്ളത്. ഈ നാടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ജീവിതത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് അദ്ദേഹം നമ്മളിൽ നിന്നും വിട്ടുപോയത്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്തും അതിനുശേഷമുള്ള സർവീസ് കാലത്തും പിന്നീട് പ്രഭാഷകനും എഴുത്തുകാരനും പ്രസാധകനുമാക്കിയായി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ രചന വൈഭവവും പ്രസംഗ പാഠവുമെല്ലാം നാം അനുഭവിച്ച് അറിഞ്ഞവരാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ രചനകളും, അത് ലേഖനമായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ജീവാംശമുള്ള ജീവിത കഥയുടെ രചനയായിക്കോട്ടെ, കേരളത്തിൻ്റെ സാമൂഹ്യ വളർച്ചയുടെ ചരിത്ര രചനയായിക്കോട്ടെ, അതിലെല്ലാം തീർച്ചയായും അദ്ദേഹം നമ്മുടെ സമൂഹത്തെ അടയാളപ്പെടുത്തുന്നതിന് ഒട്ടേറെ സംഭാവനകളാണ് നിർവഹിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ നാട്ടിൻപുറത്തുകാരൻ തന്നെയാണ്. അയ്യാങ്കുടിയും മധുരവേലിയും കടുത്തുരുത്തിയും മാഞ്ഞൂരും ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ സാധാരണ ജീവിതത്തിൻ്റെ പരിച്ഛേദമായ നിരവധി തലമുറകൾ ഉൾക്കൊള്ളുന്നതാണ്. ചെറുപ്പകാലത്ത് ഞാൻ 7-8 പഠിക്കുന്ന സന്ദർഭത്തിലാണെന്ന് തോന്നുന്നു, മാഞ്ഞൂരിൽ നിന്നും ഒരു കെട്ടുവള്ളത്തിൽ എൻ്റെ അച്ഛനോടൊപ്പം ഇവിടെ പാടശേഖരത്ത് കൊയ്യാനും ആ കറ്റകൾ കൊണ്ടുപോകാനും വന്നത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അങ്ങനെ സാധാരണ ഗ്രാമീണ ജീവിതത്തിൻ്റെ എല്ലാ നൈർമല്യവുമുള്ള ഒരു പ്രദേശം എന്നത് മാത്രമല്ല, സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വിപ്ലവത്തിൻ്റെ കരുത്തുറ്റ സമരമുഖങ്ങൾ തുറന്ന അനുഭവവും നമ്മുടെ ഈ നാടിനുണ്ട്. നിരവധിയായ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ
അവർക്ക് ജന്മം നൽകിയ നാടെന്ന നിലയിലുള്ള പ്രത്യേകതയും നമ്മുടെ ഈ പ്രദേശത്തിലുണ്ട്. യഥാർത്ഥത്തിൽ കൊച്ചേട്ടൻ്റെ രചനകളെല്ലാം അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ദലിതൻ യഥാർത്ഥത്തിൽ അതിന് കഥാംശം കുറവാണ്, മുഴുവൻ ആത്മാംശമാണ് ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. ജീവിതത്തെ പച്ചയായി അവതരിപ്പിക്കാൻ അതൊരു മനുഷ്യൻ്റെ കഥയായി മാത്രമല്ല നമുക്കനുഭവപ്പെടുക, ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയായി അതിനെ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ എത്രയോ കാലം മുമ്പുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രൂപപ്പെടുത്തിയതാണ് ആത്മകഥയെങ്കിലും ഇന്നും നമ്മുടെ ജീവിതത്തിൽ പറിച്ചു മാറ്റാനാവാത്ത വിധം അത്തരം അനുഭവങ്ങൾ തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഞാനൊരിക്കൽ പാർലമെൻറ്റ് അംഗമായിരിക്കുമ്പോഴാണ് തെലങ്കാനയിലെ ഒരു ജില്ലാ ജഡ്ജി അദ്ദേഹം എന്നെ കാണാൻ ഞാൻ താമസിച്ചിരുന്ന ഡൽഹിയിലെ വസതിയിൽ വരുന്നത്. ഡൽഹിയിലെ ദളിത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില പ്രവർത്തകരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ തെലങ്കാനയിലെ ഒരു ജഡ്ജാണ്, ഒരു ദളിതനാണ്. അതുകൊണ്ട് ഞാനിന്ന് വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. അതിന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്നെ വലിയ തോതിൽ സ്പർശിച്ചു. അദ്ദേഹം ജില്ലാ ജഡ്ജി എന്ന നിലയിൽ തീപ്പൊള്ളലേറ്റ് മരണാസന്നമായി കിടന്ന ഒരാളുടെ മരണമൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പോയി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം മൊഴിയായി രേഖപ്പെടുത്തി. പക്ഷേ തൊട്ടടുത്ത ദിവസം മുതൽ ആ മൊഴി മാറ്റി എഴുതുന്നതിന് വേണ്ടി അദ്ദേഹത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ആ മരണമൊഴിയിൽ തന്നെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയ ഒരു അഭിഭാഷകനെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. തീപ്പൊള്ളലേറ്റ വ്യക്തി പിന്നീട് മരണപ്പെടുകയും ചെയ്തു. ആ അഭിഭാഷകൻ അവിടെ അറിയപ്പെടുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയാണ്, അഭിഭാഷകൻ്റെ സഹോദരൻ. ആ ഹൈക്കോടതി ജഡ്ജി, അദ്ദേഹത്തിൻ്റെ പേര് റെഡ്ഡി എന്നാണ് അവസാനം. ഈ റെഡ്ഡിയാണ് അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരെ വിട്ട് ഈ മരണമൊഴി തിരുത്തണം എന്ന് ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഇദ്ദേഹം അതിന് വഴങ്ങിയില്ല. അദ്ദേഹത്തെ തെലങ്കാനയിലെ നിരവധിയായ ജില്ലാ കോടതികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചു. എന്നിട്ടും തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അതിനുശേഷം പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ എൻ്റെ അടുത്ത് വരണം എന്ന് ഹൈക്കോടതി ജഡ്ജി ആവശ്യപ്പെട്ടു. അവിടെ എത്തി ഒരു മുറിയിൽ പൂട്ടിയിട്ട് ജഡ്ജിയും അദ്ദേഹത്തിൻ്റെ അനിയനും, ഹൈക്കോടതി ജഡ്ജിയും അദ്ദേഹത്തിൻ്റെ അനിയനും ഈ ജില്ലാ ജഡ്ജിയായ മനുഷ്യനെ വലിയ തോതിൽ ആക്രമിച്ചു. അതിൽ രക്ഷപ്പെട്ടാണ് അദ്ദേഹം ഡൽഹിയിലെത്തുകയും ഇതിനെതിരായി പാർലമെൻറ്റ് മെമ്പർമാർ പ്രതികരിക്കണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. അത് ഞാൻ ഈ പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കുക മാത്രമല്ല, പാർലമെൻറ്റ് അംഗങ്ങളെ കണ്ടെത്തി ഈ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രമേയം
രാജ്യസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. രാജ്യസഭ ചെയർമാന് സമർപ്പിക്കുകയും ചെയ്തു. ആന്ധ്രയിലെയും തെലങ്കാനയിലെയും എല്ലാം നിരവധി പാർലമെൻറ്റ് മെമ്പർമാർ അതിൽ ഒപ്പിട്ടു. ആവശ്യത്തിന് ഇംപീച്ച്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒപ്പ് ഞങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ഒപ്പിട്ട് തന്ന സവർണരായ പലരും ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ, അദ്ദേഹത്തിന് കത്ത് നൽകി ഞങ്ങൾ ഒപ്പിട്ടത് പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഇംപീച്ച്മെൻറ്റ് മോഷൻ മുന്നോട്ട് പോയില്ല. ഞാനിത് ചൂണ്ടിക്കാണിച്ചത് ഒരു ജില്ലാ ജഡ്ജിയായി വളർന്ന ഒരു മനുഷ്യന് പോലും നമ്മുടെ രാജ്യത്ത് നീതി ലഭിക്കുന്നില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇത്തരം ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ ഇന്നും നമ്മുടെ രാജ്യത്ത് അവശേഷിക്കുകയാണ്. അതിന് സംസ്ഥാനങ്ങളെന്നുള്ള വ്യത്യാസമില്ല, പ്രദേശങ്ങളെന്നുള്ള വ്യത്യാസമില്ല. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ അതിനെയെല്ലാം കൂടുതൽ വർദ്ധിപ്പിക്കാനിടയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ഇന്ന് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായും സഖാവ് കെ കൊച്ച് എന്ന വിപ്ലവകാരി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എഴുത്തിലും അതുപോലെ പ്രഭാഷകങ്ങളിൽ മാത്രമല്ല, അദ്ദേഹം പുതിയ ഒരു പാത സാമൂഹ്യ ജീവിതത്തിലെ ഈ മാറ്റത്തിന് വേണ്ടി വെട്ടിത്തുറക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ കാലം ആഗ്രഹിക്കുന്നത് ആ പാതയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. ഞങ്ങളൊരിക്കൽ കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന ഒരു സെമിനാറിൻ്റെ ഭാഗമായി പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ലോകസഭ മുൻ സ്പീക്കർ മീരാകുമാറിനെ ക്ഷണിക്കുന്നതിന് വേണ്ടി അവരുടെ വസതിയിൽ ഡൽഹിയിൽ പോയി. അന്നത്തെ നിയമസഭാ സ്പീക്കറിന് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയും ഒരുമിച്ചാണ് ഞങ്ങളവിടെ പോയത്. അവിടെ ഞങ്ങൾ കേരളത്തെക്കുറിച്ചെല്ലാം പറഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയൊരു കാര്യമാണ്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ കരുതിയത് വിദ്യാഭ്യാസം വരുമ്പോൾ ഈ ജാതി ചിന്തയെല്ലാം പോകുമെന്നാണ്. എന്നാൽ എനിക്ക് കേരളത്തിൽ വരുമ്പോഴുണ്ടായ അനുഭവം, കേരളത്തിൽ ഇപ്പോഴും ആ ജാതി ചിന്ത അവശേഷിക്കുന്നു എന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സമുന്നതരായ ഒരു രാഷ്ട്രീയ നേതാവ്, പാർലമെൻറ്റ് സ്പീക്കർ, മുൻ മന്ത്രി, അവർ നമ്മുടെ നാടിനെക്കുറിച്ച് പറഞ്ഞ ഒരനുഭവമാണ്. അതുകൊണ്ട് വിദ്യാസമ്പന്നത മാത്രമല്ല, സമൂഹത്തിൽ രൂഢമൂലമായിരിക്കുന്ന ഈ ജാതീയമായ വിവേചനത്തിൻ്റെ അടിവേരറുത്തു മാറ്റാതെ സാമൂഹ്യ പുരോഗതിയിലേക്കും നവോത്ഥാനത്തിലേക്കും നമുക്ക് കടന്നു പോകാൻ കഴിയില്ല. തീർച്ചയായും ബഹുമാനനായ കെ കൊച്ചിൻ്റെ ചരിത്രാന്വേഷണം അത് വളരെ പ്രാധാന്യമുള്ള ഒന്നായി ഞാൻ മനസ്സിലാക്കുകയാണ്. പലപ്പോഴും ചരിത്രം നമ്മൾ അടയാളപ്പെടുത്തുക ആ ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകൾ ചെമ്പോലയും വാറോലയും ഒക്കെ രേഖപ്പെടുത്തിയ ചരിത്രങ്ങളുടെ ആഖ്യാനങ്ങൾ വെച്ചുകൊണ്ടാണ്. എന്നാൽ അതൊന്നുമില്ലാതെ നമ്മുടെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, മനുഷ്യരുടെ ചരിത്രം
എഴുതാൻ അദ്ദേഹം കാണിച്ച ഉൾക്കാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നത്. കേരളത്തിൻ്റെ ദളിത് ജീവിതത്തിൻ്റെ ചരിത്രം, അവരുടെ സാമൂഹ്യ വികാസ ഘട്ടങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ കടന്നു പോകുമ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്ക് ഈ നാടിൻ്റെ പഴയ ചരിത്രങ്ങൾ കുറേ മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരാളെന്ന നിലയിൽ എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ആഖ്യാനങ്ങളും എന്ന് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ നമ്മുടെ സമൂഹത്തിൻ്റെ സാമൂഹ്യ വികാസ ഘട്ടങ്ങളിൽ ഇന്നലകളിൽ നമ്മുടെ സമൂഹം അനുഭവിച്ച ഓരോ പ്രതിസന്ധിയുടെ ആഴങ്ങളെ സംബന്ധിച്ചും ആ സാമൂഹ്യ ജീവിതം പടിപടിയായി ഇന്ന് കാണുന്ന സാമൂഹ്യ വികാസ ഘട്ടങ്ങളിലേക്ക് കടന്നതും അദ്ദേഹം സസൂക്ഷ്മം തൻ്റെ ചരിത്രാന്വേഷണത്തിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തി പോകുന്നുണ്ട്. തീർച്ചയായും ഈ പുതിയ തലമുറയ്ക്ക് കൊച്ചേട്ടൻ്റെ രചനകൾ അവരുടെ വർത്തമാനകാല ജീവിതത്തിൽ ഈ നാടിൻ്റെ എഴുതപ്പെട്ട ചരിത്രങ്ങളൊന്നുമില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ ജീവിതാവസ്ഥയെ തിരിച്ചറിയാൻ സഹായകമാകും എന്ന് ഞാൻ കരുതുകയാണ്. ഇതൊരു ശ്രമകരമായ ജോലിയാണ് അദ്ദേഹം നിർവഹിച്ചത്. ആ കാലത്ത് ജീവിച്ച മനുഷ്യരുമായി ആശയവിനിമയം നടത്തുക, അവരിലൂടെ പഴയ അനുഭവങ്ങളിലേക്കും കഥകളിലേക്കും അത് കൂട്ടിയോജിപ്പിച്ച് ഈ ചരിത്രത്തെ വിളക്കി ചേർക്കുക, അതൊരു വലിയ ജോലിയാണ്. അത് എത്ര ഉദാത്തമായിട്ടാണ് അദ്ദേഹം തൻ്റെ രചനയിലൂടെ നിർവഹിച്ചിരിക്കുന്നു എന്നത് ആ രചനയുടെ ഓരോ ഘട്ടത്തിലും കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പൊതുവായ കാഴ്ചപ്പാട് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ മനുഷ്യർക്കും സമത്വമെന്ന കാഴ്ചപ്പാടിലേക്ക് നീങ്ങണമെന്നാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു സ്വത്വത്തിൽ നിൽക്കാനല്ല ആഗ്രഹിച്ചത്. അദ്ദേഹത്തിൻ്റെ വിപ്ലവകരമായ പ്രവർത്തനങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാ മതസ്ഥരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള പോരാട്ടങ്ങൾക്കാണ് അദ്ദേഹം നേതൃത്വം കൊടുത്തത്. അതിന് കാരണം ഏതെങ്കിലും സ്വത്വത്തിൻ്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല. ഈ സാമൂഹ്യ പരിഷ്കാരമെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ഉത്തരവാദിത്തമാണ് എന്ന് കണ്ടുകൊണ്ട് അവരെ ആകെ ചേർത്തുകൊണ്ട് സമൂഹത്തെ പുനർവാർത്തെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് എന്നുകൂടി ഞാൻ കാണുകയാണ്. തീർച്ചയായും സാംസ്കാരിക നവോത്ഥാന അതുപോലെ ജ്ഞാനോൽപാദന മേഖലകളിലെല്ലാം അദ്ദേഹം നടത്തിയ സംഭാവനകൾ ഇനിയുള്ള കാലത്തും കൂടുതൽ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ടാവും. അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സഹായകമാകും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്ന വർത്തമാനകാല ചരിത്രം പരിശോധിച്ചാൽ തീർച്ചയായും ആക്രമണങ്ങളുടെ പരമ്പരകൾ പല മേഖലകളിലും വർദ്ധിച്ചു വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും ഇതിനെ കൂട്ടായി നേരിടുക എന്ന കൊച്ചേട്ടൻ്റെ ആ കാഴ്ചപ്പാട് വളരെ പ്രസക്തമാണ് എന്നെനിക്ക് തോന്നുകയാണ്. തീർച്ചയായും നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ തോതിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റിന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കുറേയധികം മേഖലകളിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സാമൂഹ്യ ജീവിതത്തിൻ്റെ വളർച്ചയുടെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ പറയുന്നത് ബഹുമാന്യനായ അയ്യങ്കാളി 10 BA-ക്കാരെ എൻ്റെ ജീവിതത്തിൽ കാണണമെന്നാണ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇന്ന് BA-ക്കാരും MA-ക്കാരും MPhil-കാരും ഡോക്ടറേറ്റുകാരും BTech-കാരും IAS-കാരും IPS-കാരും എല്ലാമുള്ള ഒരു സമൂഹമായി നമുക്ക് വളർന്നു വരാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിൽ അഭിപ്രായപ്പെട്ടത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ സാമൂഹ്യ ജീവിതത്തിൽ വിദ്യാസമ്പന്നരുടെ കാര്യത്തിൽ
എല്ലാം നമുക്ക് ഇന്ന് മുന്നോട്ട് പോകാൻ വളരെയധികം കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനിയും സാമൂഹ്യ ജീവിതത്തിൽ ആ സമത്വമെന്ന നിലയിലേക്ക് വളർന്നു വരാൻ ഈ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ രചനകൾ അത് സമൂഹത്തിൽ കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. വളരെ പ്രതിഭാധനരായിട്ടുള്ള അക്കാദമീഷ്യന്മാർ നിരവധി ആളുകൾ ഈ സാംസ്കാരിക സായാഹ്നത്തിൽ നമുക്കൊപ്പം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഡോക്ടർ മനോജുണ്ട്, അതുപോലെ ഡോക്ടർ സന്തോഷുണ്ട്. അവരെല്ലാം ഈ അക്കാദമിക രംഗത്ത് ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുകയും എഴുതുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും എല്ലാം ചെയ്യുന്നവരാണ്. അവരുടെ ഒരു വലിയ നിര ഈ സമ്മേളനത്തിലുള്ളതുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കുന്നില്ല. കൊച്ചേട്ടൻ നമുക്ക് സമ്മാനിച്ച അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തെ ആത്മകഥകൾ, അദ്ദേഹം കേരളത്തിൻ്റെ സാമൂഹിക വികാസത്തിന് വേണ്ടി മുന്നോട്ട് വച്ചിട്ടുള്ള ആശയങ്ങൾ, അതെല്ലാം നമ്മുടെ സമൂഹത്തിൽ പുതിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതിന് ഈ പുതിയ തലമുറ ആ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഔപചാരികമായി എന്നെ ഏൽപ്പിച്ച ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.